ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിലെ 14-ാമത്തെ അധ്യായത്തിൻ്റെ 27-ാം വചനമാണ് നമ്മൾ ധ്യാനിക്കുന്നത്. ഈശോ പറയുകയാണ്, ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നിട്ട് പോകുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു. ലോകം നൽകുന്നത് പോലെയല്ല ഞാൻ നൽകുന്നത്. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, നിങ്ങൾ ഭയപ്പെടുകയും വേണ്ട. നമ്മൾ ഈ ലോകം നൽകുന്ന സമാധാനം തേടി നടക്കുന്നവരാണ്. ഇപ്പോൾ ലോകത്തിൽ പല സ്ഥലങ്ങളിലും യുദ്ധങ്ങളുണ്ട്, യുദ്ധസമാന സാഹചര്യങ്ങളുണ്ട്, വംശീയ കലാപങ്ങളുണ്ട്, അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. അവിടെ സമാധാന ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. അവിടെ സമാധാനം സ്ഥാപിക്കാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങളിൽ ഒരു സത്യം മാത്രം ലോകം അറിയുന്നില്ല. ലോകം നൽകുന്ന സമാധാനം സ്ഥാപിക്കാനാണ് അവരെല്ലാവരും സംഭാഷണങ്ങൾ ഏർപ്പെടുന്നതും പരിശ്രമം നടത്തുന്നതും. സമാധാനം സ്ഥാപിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നവർ തന്നെ സായുധരായിട്ടാണ്, വലിയ സമ്പത്ത് മുഴുവനും ദുർവിനിയോഗം ചെയ്തുകൊണ്ടുള്ള ആയുധങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടാണ് സമാധാനം സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഒരായുധം പോലും കൂടാതെ സ്നേഹം മാത്രം, മനുഷ്യരോടുള്ള സ്നേഹവും അതിൽ നിന്നുണ്ടായ കരുണയും നിമിത്തം മാത്രം, പിതാവ് നൽകിയിരിക്കുന്ന അധികാരം മാത്രം ആയുധമാക്കി ഉപയോഗിച്ചുകൊണ്ടാണ് ഈശോ ലോകത്തിൽ സമാധാനം കൊടുത്തത്. എന്നിട്ട് ഈശോ പറയുകയാണ്, ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നിട്ട് പോകുന്നു. അത് ലോകം തരുന്ന പോലുള്ള സമാധാനമല്ല. ഈശോ നൽകുന്ന സമാധാനം ഈശോ കിട്ടുന്നവർക്കെല്ലാം, ഈശോയെ കിട്ടുന്നവർക്കെല്ലാം കിട്ടും. ലൂക്കായുടെ സുവിശേഷത്തിൽ 2-ാം അധ്യായത്തിൻ്റെ 29-ാമത്തെ വചനത്തിൽ യേശുവിൻ്റെ പിറവിക്ക് ശേഷം മാതാവ് ജെറൂസലേം ദേവാലയത്തിൽ യേശുവിനെ കാഴ്ചവെച്ചപ്പോൾ വൃദ്ധനായ ശിമയോൻ യേശുവിനെ കൈകളിലെടുത്തിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, കർത്താവേ, അവിടുത്തെ വാഗ്ദാനം അനുസരിച്ച് ഇപ്പോൾ ഈ ദാസനെ സമാധാനത്തിൽ വിട്ടയക്കണമേ. എന്തെന്നാൽ സകല ജനതകൾക്ക് വേണ്ടിയുള്ള അങ്ങൊരുക്കിയിരിക്കുന്ന രക്ഷ എൻ്റെ കണ്ണുകൾ കണ്ടു. യേശുവിനെ കൈ കിട്ടിയപ്പോൾ വൃദ്ധനായ ശിമയോൻ പറയുന്നു, എനിക്ക് സമാധാനമായി, ഇനി എൻ്റെ സമാധാനത്തിൽ പോകാൻ അനുവദിക്കണം. അതുകൊണ്ടാണ് എഫേസ്യ ലേഖനത്തിൽ പൗലോസ് ലേഖ പറഞ്ഞ്, യേശു ക്രിസ്തുവാണ് നമ്മുടെ സമാധാനം. യേശു ആകുന്ന സമാധാനം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് അപ്പസ്തോല പ്രവർത്തനങ്ങൾ 12-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്. 1 മുതലുള്ള തിരുവചനങ്ങൾ. ഹെരോദോസ് രാജാവ് സഭയിൽപ്പെട്ടവരെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. യോഹന്നാൻ്റെ സഹോദരനായ യാക്കോബിനെ വാളിനിരയാക്കി. ഇത് യഹൂദരെ സന്തോഷിപ്പിച്ചുവെന്ന് കണ്ട് പത്രോസിനെ ബന്ധനസ്ഥനാക്കി. എന്നിട്ട് പത്രോസ് ബന്ധനസ്ഥനായി കിടക്കുകയാണ്. അവരെ ജനത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരാനായിട്ട് ഇപ്പോൾ ബന്ധനത്തിലാക്കിയിരിക്കുകയാണ്. പരസ്യവിചാരണയ്ക്ക് പുറത്തു കൊണ്ടുവരാൻ ഹെരോദോസ് ഉദ്ദേശിച്ചിരുന്നതിൻ്റെ തലേ രാത്രി പത്രോസ് ഇരുമ്പ് ചങ്ങലകളെ ബന്ധിതനായ 2 പടയാളികളുടെ മധ്യ ഉറങ്ങുകയായിരുന്നു. പട്ടാളക്കാർ കാരാഗ്രഹ വാതിൽക്കൽ കാവൽ നിൽക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് കർത്താവിൻ്റെ ദൂതൻ പ്രത്യക്ഷനായി ആ മുറിയാകെ പ്രകാശം നിറഞ്ഞ അവൻ പത്രോസിൻ്റെ പാർശ്വത്തിൽ തട്ടി ഉണർത്തിക്കൊണ്ട് പറഞ്ഞു, വേഗം എഴുന്നേൽക്കൂ. ഞാൻ നിങ്ങളോട് ശ്രദ്ധിക്കാൻ പറയുന്ന കാര്യം ഏതെന്നറിയോ? പത്രോസ് കിടന്നുറങ്ങുക. കാരാഗ്രഹത്തിനകത്ത് ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട പടയാളികളുടെ മധ്യേ വാളും പിടിച്ച് നിൽക്കുന്ന പടയാളികളുടെ ഇടയിൽ കിടക്കുന്ന പത്രോസ് ശാന്തമായിട്ട് കിടന്നുറങ്ങുക. അതെങ്ങനെ പറ്റി? ഈശോ അവൻ്റെ ഉള്ളിലുണ്ട്. ഈശോ നൽകുന്ന സമാധാനമുണ്ട്. ഈശോ നൽകിയ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമുണ്ട്. അപ്പോൾ വലിയ കലാപകലുഷിത അന്തരീക്ഷത്തിൽ കഴിയുന്ന വ്യക്തികൾക്ക് പോലും, പ്രതികൂല സാഹചര്യങ്ങളുടെ പെരുവെള്ളപ്പാച്ചിലെ നടുവിൽ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് പോലും ഉള്ളിൽ യേശു നൽകുന്ന സമാധാനമുണ്ടെങ്കിൽ ശാന്തമായിരിക്കാൻ പറ്റും. പ്രിയപ്പെട്ട ദൈവജനമേ, ഞാനൊരു സംഭവം ഓർക്കുകയാണ്. ഒരിക്കലൊരു രൂപതയിലെ ഒരു ഇടവകയിൽ ഒരു വലിയ പ്രശ്നമുണ്ടായി. ഞാൻ വലിയ വിശദീകരണം ഇവിടെ പറയില്ല, സ്ഥലവും ആളും ഒന്നും വ്യക്തമാക്കാതെ ഞാൻ പറയുള്ളൂ. ആ വലിയ പ്രശ്നമുള്ള ഇടവകയിലേക്ക് ബിഷപ്പ് കടന്നു ചെല്ലുകയാണ്. ഇടവകയിലെ കലാപത്തിന് നേതൃത്വം കൊടുക്കുന്ന ഒരു പറ്റം ആൾക്കാർ, യുവാക്കളുമുണ്ട് മധ്യവയസ്കരുമുണ്ട്. അവർ പറഞ്ഞു, ബിഷപ്പ് ഇവിടെ കാര്യം ചവിട്ടാൻ ഞങ്ങൾ സമ്മതിക്കില്ല. കാരണം ബിഷപ്പിനും ഇക്കാര്യത്തിൽ ഉത്തരവാദിത്വമുണ്ട്. അപ്പോൾ
എതിർത്ത് നിന്ന മറ്റാൾക്കാർ, അല്ലെങ്കിൽ ഈ എതിരാളികളോട് എതിർത്ത് നിൽക്കുന്ന ആൾക്കാർ ചോദിച്ചു, പിന്നെ ആരെ കൊണ്ടുവരണം? ഉടനെ അവർ ഒരു പേര് നിർദ്ദേശിച്ചു. അവിടുത്തെ MP, MLA ഇവർ രണ്ടുപേരെ കൊണ്ടുവരണം. ഇവർ രണ്ടുപേരും അക്രൈസ്തവരാണ്. അപ്പോൾ നമുക്കറിയാമല്ലോ, ഇടവകയിലെ ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ആരെക്കുറിച്ചുള്ള ആരോപണമാകട്ടെ, എന്തെങ്കിലും ഒരു യാഥാർത്ഥ്യമാകട്ടെ അല്ലാതിരിക്കട്ടെ, ആ പ്രശ്ന പരിഹാരത്തിനായിട്ട് സെക്കുലർ വേൾഡിലെ, ഈ ലോകത്തിലെ രാഷ്ട്രീയ ഭരണാധികാരികളെയാണോ നമ്മൾ കൊണ്ടുവരേണ്ടത്? നമ്മുടെ ആരാധനാ വിധികളുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ തീർക്കാൻ വേണ്ടി ലോകത്തിലെ ന്യായാധിപന്മാരെയാണോ നമ്മൾ സമീപിക്കേണ്ടത്? നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിൻ്റെ, ആത്മീയ ജീവിതത്തിൻ്റെ ശോഭ വർദ്ധിപ്പിക്കാൻ വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ, അതെങ്ങനെ ചെയ്യണമെന്നുള്ള കാര്യങ്ങളെ നിശ്ചയിക്കാൻ വേണ്ടി ലോകത്തിലെ ഭരണാധികാരികളൊന്ന് സമീപിക്കണോ? ന്യായാധിപന്മാരെ സമീപിക്കണോ? ഇതൊക്കെ നമ്മൾ ആത്മശോധനയുടെ സമയമാണ്. നമ്മൾ തമ്പുരാൻ്റെ പക്കലേക്ക് തിരിയേണ്ട സമയം ഇത്. തമ്പുരാൻ ആലോചന ചോദിക്കേണ്ട സമയം ഇത്. തമ്പുരാൻ്റെ മുന്നിൽ മുട്ടുകുത്തേണ്ട സമയം ഇത്. അന്ന് അഭിമന്യ പിതാവ് അങ്ങോട്ട് വരാൻ ജനങ്ങൾ സമ്മതിക്കില്ല എന്ന് വികാരിച്ചൻ അറിയിച്ചു കഴിഞ്ഞപ്പോൾ, അന്ന് രാത്രി ഒരു 10 മണിക്ക് പിതാവ് എന്നെ വിളിച്ചു. കൊച്ചുമാത്തുവച്ചാൽ, നാളെ ഞാൻ ഇന്ന സ്ഥലത്തേക്ക് പോവുകയാണ്. ഞാനിത് രാത്രി ജാഗരണ പ്രാർത്ഥനയിലായിരിക്കാൻ പോകും. 1 മണിക്കൂർ ഉറങ്ങും ഞാൻ. പുലർച്ചെ ഒരു 4 മണി മുതൽ 5 മണി വരെ ഞാൻ ഉറങ്ങും. അതുവരെ ഞാൻ പള്ളിയിലിരുന്ന് കുർബാനയുടെ മുമ്പിലിരുന്ന് പ്രാർത്ഥിക്കും. ഞാൻ പറഞ്ഞ, പിതാവേ ഞാനും കൂടാ. ഞാനന്ന് മുരുകൂരുണ്ട്. മുരുകൂർ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലുണ്ട്. അന്ന് രാത്രിയിൽ എൻ്റെ മുറിയോട് ചേർന്ന് അവിടെ ഒരു ചാപ്പലുണ്ട്. ആ ചാപ്പലിൽ ഞാനും ഇരുന്നു. സാധാരണയാകുമ്പോൾ എനിക്കൊരു 1 മണി 2 മണിക്ക് ആകുമ്പോഴേക്കും ഉറക്കം വരേണ്ടതാണ്. പക്ഷേ എനിക്ക് അന്ന് ഉറങ്ങാതെ തന്നെ പിതാവിൻ്റെ നിയോഗം വെച്ച് പ്രാർത്ഥിക്കാനായിട്ട് എനിക്ക് കൃപ കിട്ടി. ഒരൊറ്റ കാര്യം ഞങ്ങൾ രണ്ടുപേരും പ്രാർത്ഥിച്ചുള്ളൂ. ഞാൻ പിതാവിനോട് പറഞ്ഞു, നമുക്ക് ഒറ്റ കാര്യം ചെയ്യാം. സമാധാന ദാതാവായ, സമാധാന ദൂതനായ, സമാധാനത്തിൻ്റെ ഉറവിടമായ ഈശോ ജനിച്ച അവസരത്തിൽ സമാധാനം ആശംസിച്ചുകൊണ്ടല്ലേ ദൂതന്മാർ പ്രത്യക്ഷപ്പെട്ടത്? പീസ് ബി വിത്ത് യു. യേശുവിനെ കൊടുത്തുകൊണ്ടാണ് ആ ദൂതന്മാർ സംസാരിച്ചത്. അതുകൊണ്ട് കുർബാനയുടെ മധ്യ നമ്മളെപ്പോഴും പീസ് ബി വിത്ത് യു എന്ന് പറയുന്നത് യേശുവിനെ നൽകലാണത്. കാരണം യേശു നമ്മുടെ സമാധാനം. അപ്പോൾ അവർക്ക് ഇടയിലേക്ക് യേശു കടന്നു ചെല്ലാൻ വേണ്ടിയാണ് പ്രാർത്ഥിച്ചത്. നേരം വെളുത്ത് 5 മണിക്ക് ഞാൻ വെറുതെ പിതാവിനെ വിളിച്ചു. 4 മണി മുതൽ 5 മണി വരെ ഉറങ്ങുന്നു എന്നോട് പറഞ്ഞിരുന്നത്. 5 മണിക്ക് പിതാവ് കുളിച്ച് ഒരു കപ്പ് കട്ടൻ കാപ്പി മാത്രം കുടിച്ചുകൊണ്ട് ഡ്രൈവറെ കൂട്ടിക്കൊണ്ട് ഇടവകയിലേക്ക് പോയി. 1 മണിക്കൂറിൻ്റെ അവിടെ എത്താം. ഏതാണ്ട് ഒരു 6:30 പിതാവ് അവിടെ ചെന്നിറങ്ങി. ഒരാൾ പോലും തടയാനുണ്ടായിരുന്നില്ല. പിതാവ് വന്നു കഴിഞ്ഞതിന് ശേഷം സാധാരണ പോലെ കുർബാനയെല്ലാം സമ്മതിക്കില്ല എന്ന് പറഞ്ഞിരുന്നതാണ്. പക്ഷേ വികാരി അച്ഛനോട് പിതാവ് മണിയടിച്ചോളാൻ പറഞ്ഞു. 7 മണിക്കത്തെ കുർബാനയ്ക്ക് പിതാവ് അവിടെ കുർബാന ചൊല്ലി. അത് കഴിഞ്ഞ് ഇടവകയിലെ എല്ലാ അംഗങ്ങൾക്കും പൊതുയോഗത്തിലേക്ക് വരാമെന്ന് നിർദ്ദേശം കൊടുത്തു. അന്ന് പള്ളിയുടെ മുറ്റം നിറയെ ആൾ, പള്ളിയിൽ എല്ലായിടത്തും നിറയെ ആൾ. അപ്പോൾ സ്കൂൾ കെട്ടിടത്തിലേക്ക് മാറ്റി മീറ്റിംഗ്. ചെറിയ ഹാളിൽ നിന്ന് സ്കൂൾ കെട്ടിടത്തിലേക്ക് മാറ്റി. അവിടെ ഒരു ഹാളുണ്ട്. ആ ഹാളിൽ മീറ്റിങ്ങിന് കൂടി. അതിനു മുമ്പ് പിതാവിൻ്റെ കൂടെ നിന്ന് ഞാൻ പിതാവിനോട് പറഞ്ഞത്, പിതാവെ നമുക്ക് ആ മീറ്റിങ്ങിന് മുമ്പ് കുറേ പേരെ കൂട്ടിയിരുത്തി പ്രാർത്ഥിക്കണം. അപ്പോൾ അവിടെ ഒരു കരിസ്മാറ്റിക് പ്രയർ ഗ്രൂപ്പുണ്ട്. അവരൊരു 10-30 പേരുണ്ട്, സ്ത്രീകളും പുരുഷന്മാരുള്ള ഗ്രൂപ്പ്. അവർ അന്ന് രാവിലെ മുതൽ അവിടെ പ്രാർത്ഥന ആരംഭിച്ചു. അതിൻ്റെ തലേദിവസം മുഴുവൻ അവർ പ്രാർത്ഥിച്ചിരുന്ന അവർ പറഞ്ഞത്. ആ പ്രാർത്ഥനയുടെ ഫലമായിട്ടുള്ള സംഭവം എന്തെന്നറിയോ? മീറ്റിംഗ് കൂടിയിട്ട് ഇതിന് നേതൃത്വം കൊടുത്തിരുന്ന ഒരൊറ്റ വ്യക്തിക്കും ഒരു കാര്യത്തെ പോലും എതിർക്കാൻ പറ്റാത്ത വിധം ഈശോ എല്ലാവരും നിയന്ത്രിക്കാൻ തുടങ്ങി. അന്നത്തെ മീറ്റിംഗ് കഴിഞ്ഞ് ഒരു അമിക്കബിൾ സൊല്യൂഷൻ എന്ന് പറയുന്ന ഒരു സമാധാനപൂർണ്ണമായ, എല്ലാവർക്കും സ്വീകാര്യമായ ഒരു തീരുമാനത്തിലെത്തി. പിതാവ് അത് അവർക്ക് വാക്ക് കൊടുത്തു, നടപ്പിലാക്കി. അത് രൂപതയിൽ അർബൻ്റെ എത്തിക്കഴിഞ്ഞ ഉടനെ എഴുതി ഒപ്പിട്ട് ആ കാര്യം നടപ്പിലാക്കിയെടുത്തു. അത് കഴിഞ്ഞ് അടുത്ത കാലത്ത് കണ്ടപ്പോൾ പിതാവ് എന്നോട് പറയുകയാണ്, നമ്മുടെ ഇന്നത്തെ പ്രശ്നങ്ങളൊക്കെ തീർക്കാൻ വേണ്ടി നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യേണ്ട കാര്യം ഇതാണ്. അടുത്ത എപ്പിസോഡ് ഞാൻ അതിനെക്കുറിച്ച് പറയാം. ഈ സമാധാനം സ്ഥാപിക്കാൻ വേണ്ടി പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, കലാപകലുഷിത അന്തരീക്ഷമുണ്ടാകുമ്പോൾ പരിശുദ്ധ കുർബാനയുടെ പക്കലേക്ക് പോകാൻ നമുക്ക് പറ്റുകയാണെങ്കിൽ, പ്രാർത്ഥിക്കുകയാണെങ്കിൽ വലിയ അത്ഭുതങ്ങളുണ്ടാകും. യേശുവാണ് നമ്മുടെ സമാധാനം. ലോകത്തിന് സമാധാനം സ്വീകരിക്കാൻ പറ്റില്ല, പക്ഷേ
ആ യേശുവിനെ ലോകത്തിലേക്ക് ഇറക്കിക്കൊണ്ടുവന്നാൽ അവിടെയുള്ള ലോകത്തിൻ്റെ ഭരണാധികാരിയെ പിശാച് ബഹിഷ്കരിക്കപ്പെട്ടുകൊള്ളും. യേശുവിനെ ആ കലാപകലുഷിത അന്തരീക്ഷത്തിലേക്ക് ഇറക്കിക്കൊണ്ടുവരുന്ന പ്രാർത്ഥനയാണ് നമ്മുടെ വശത്ത് വരേണ്ടത്. അത് നമ്മുടെ വീട്ടിലാകാം, സമൂഹത്തിലാകാം, ഇടവകയിലാകാം, രൂപതയിലാകാം, നമ്മുടെ സമുദായത്തിലാകാം, എല്ലായിടത്തും അതുണ്ടാകണം. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, അസമാധാനം നിറഞ്ഞ ലോകത്തിലേക്ക്, ഈ ലോകത്തിൻ്റെ അധിപനായ പിശാചിൻ്റെ ഭരണമേഖലയിലേക്ക് അങ്ങയുടെ വിശുദ്ധ സമാധാനവുമായി ഇറങ്ങിച്ചെല്ലാൻ, അങ്ങയുടെ സ്നേഹ സാന്നിധ്യമായി കടന്നുചെല്ലാൻ ഞങ്ങളെ അനുഗ്രഹിക്കുകയും അതിനായി ഒരുക്കുകയും അഭിഷേകം ചെയ്യുകയും ചെയ്യണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ